സാധാരണ നിങ്ങൾക്ക് ഒരു വൈൻ ഉണ്ടാക്കുമ്പോ കിട്ടുന്ന വീര്യം അതിന്റെ ഇരട്ടി വീര്യാണ്. കണ്ടില്ലേ എത്ര നേരായി നിന്ന് കത്തണു. പച്ചല നിന്ന് കത്തുന്നതാണോ? അത്ഭുതമാണ്. മലയാളികള് കണ്ടിട്ടില്ലാത്ത ചില അമൂല്യ മരുന്നുകളുണ്ട്. ഞാൻ നിങ്ങളെ ഒരു 5 എണ്ണം പരിചയപ്പെടുത്താം. അതിനകത്ത് കൂടുതലുണ്ടെങ്കിലും വളരെ 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 റെയർ ആയിട്ടുള്ള ഒരു 5 സസ്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പൊ ഒന്ന്, ഇതിന്റെ പേരെന്തുവാ? ഇത് പാണ്ഡവത്തിരി. പാണ്ഡവത്തിരിയാണ്. ഈ പച്ച ഇല നിന്ന് കത്തുന്നുള്ളതാണ്. അപ്പൊ ആളുകൾ ചോദിക്കും ഒന്ന് കത്തിക്കാമെന്ന് ചോദിക്കും. അപ്പൊ എന്താ വേണ്ടേ? ഇത് ഇത് അതിന്റെ കിളിന്റെ ഇലയാണ് കേട്ടോ. ശരിക്കും പാണ്ഡവര് വനവാസക്കാലത്ത് കാട്ടിനുള്ളില് വെളിച്ചില്ലാത്തപ്പോ ടോർച്ചിന് പകരം, ഇന്നത്തെ കാലത്താണ് ടോർച്ച്, വെളിച്ചത്തിന് ഉപയോഗിച്ചിരുന്നതാണ്. പച്ചയിലാണ് കേട്ടോ. പച്ചല നിന്ന് കത്തണുണ്ടോ? ഇതിന്റെ പേരെന്തുവാ? പാണ്ഡവത്തിരി. പാണ്ഡവത്തിരി. അപ്പൊ ഇത് വളരെ വളരെ അപൂർവമാണ്. ഇത് നനഞ്ഞിട്ടുണ്ട്. അതെ, നമ്മൾക്ക് നിലവിളക്കിലൊക്കെ തിരിക്ക് പോരെ ഇലയിട്ട് കത്തിക്കാം. ഇങ്ങനെ പൊതുവെ മലയാളികൾ കണ്ടിട്ടുണ്ടാവാൻ സാധ്യത കുറവായിരിക്കും. അതെ, കുറവാണ്. നോർത്ത് ഇന്ത്യയിലാണ് ഇത് പിന്നെ ഉള്ളത്. കാടുകളിലാണ് കൂടുതലായിട്ടും പാണ്ഡവത്തിരി കണ്ടുവരുന്നത്. മരുന്നിന് വേണ്ടി ഉപയോഗിക്കുന്നതാണോ? ഇതിന്റെ പ്രധാന ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പിന്നെ സിദ്ധവൈദ്യത്തിൽ ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ട് അറിഞ്ഞു വരണേ ഉള്ളൂ. കണ്ടില്ലേ എത്ര നേരായി നിന്ന് കത്തണു. പച്ചല നിന്ന് കത്തുന്നതാണോ? അത്ഭുതമാണ്. അപ്പൊ പണ്ട് കാലങ്ങളിൽ വലിയ കൊട്ടാരങ്ങളിലും മറ്റും പാമ്പടി ഏറ്റാല് കൊടുക്കുന്ന ഒരു ആന്റിബയോട്ടിക് ഉണ്ട്. ആളെ മരണത്തിൽ നിന്ന്, അല്ലേ? അതെ അതെ അതെ, മരണത്തിൽ നിന്ന് രക്ഷിക്കുക. അപ്പോ അതിന്റെ ചികിത്സ ഏത് രീതിയിലായിരിക്കും? അതായത് ഇത് നാഗവള്ളി. ഇതല്ലേ? നാഗവള്ളി. തീർച്ചയായിട്ടും പാമ്പിന്റെ നാക്ക് പോലെയാണ് കേട്ടോ അതിരിക്കുന്നത്. ഈ ഇരല്ല നിങ്ങൾ എങ്ങും കണ്ടിട്ടുണ്ടാവാൻ സാധ്യത പൊതുവെ കിട്ടലുണ്ടാവില്ല. കാടുകളിലാണ്. അപ്പൊ ഇത് ഒരു ഭയങ്കര ആന്റിബയോട്ടിക് ആണ്. പൊതുവെ നമ്മൾ ഒത്തിരി പേരോട് ചോദിക്കും പാമ്പിന്റെ ആന്റിബയോട്ടിക് ഒക്കെ. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലെ ആളുകളോട് ചോദിച്ചിട്ട് ആരും പറഞ്ഞു തന്നിട്ടില്ല. പിന്നെ പൊതുവെ ചിലർക്ക് അറിയില്ല എന്ന് പറയുമെങ്കിലും ഇത് നമ്മള് ഉള്ളി കഴിക്കുന്നതാണോ പുറത്തു വയ്ക്കുന്നതാണോ? ഇത് നാഗവള്ളി ശരിക്കും പറഞ്ഞാല് പണ്ട് കാലത്ത് കാവുകളിൽ ഉണ്ടായിരുന്ന ഒരു സസ്യമാണ്. ഇത് മൂക്കും തോറും ഇതിന്റെ വള്ളി പാമ്പിന്റെ പോലെ വളഞ്ഞു വരും. ഇവിടെ കാണാൻ പറ്റും, ഇങ്ങനെ വളഞ്ഞു വരും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലത്ത് എങ്ങനെയാന്ന് വെച്ചാല് ജീവൻ പോയോ എന്നാ വെച്ചാൽ ഇല്ല, കുറച്ചുണ്ട് താനും എന്നുള്ള അവസ്ഥയിലൊക്കെ ഇതിന്റെ മൂത്ത തണ്ട് നമ്മൾ മുറിച്ചു കഴിഞ്ഞാലുള്ള ആ ഒരു നീര് കൊടുത്താൽ മതി, ജീവൻ തിരിച്ചു കിട്ടും എന്നാണ് പറയണത്. ഇന്നിപ്പോ നമുക്ക് ഓപ്ഷൻ ഉണ്ട്, ഹോസ്പിറ്റൽ പോലുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഒരു കാവിൻ പരിസ്ഥിതിയുമായിട്ട് എത്ര ബന്ധപ്പെട്ട് എടുക്കണമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഒരു കാവ് എന്ന് ചിന്തിക്കുന്നവർക്ക് നാഗവള്ളി നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഒന്ന്, ഇത് സംരക്ഷിക്കപ്പെടേണ്ട സസ്യമാണ്. പിന്നെ നല്ല ഒരു എന്താ പറയാ ആന്റിവനമാണ് എന്നതിലുപരി ഇത് കാവുകളില് കൂടുതലായിട്ട് കണ്ടുവന്നിരുന്ന. ഇത് ഈ ആന്റിവനം എന്നുള്ള രീതി മാത്രം ഉപയോഗിക്കുന്നതാണോ? അതെ അതെ അതെ, ഇത് കൂടുതലായിട്ടും അങ്ങനെയാണ്. അതായത് പാമ്പ് കടിച്ചാലും നമ്മ എടുക്കും. ഇതാണ് കമണ്ടലു. ഞാൻ കാണിച്ചുതരാം. ഇത് ഉരുണ്ട കമണ്ടലു കാണിച്ചു തരണം. ഇതാണ് കമണ്ടലു. കമണ്ടലു പറഞ്ഞാല് പണ്ട് കാലത്തൊക്കെ മഹർഷിയുടെ ഒരു ചിത്രം, ഒരു സന്യാസി എന്നുള്ള ചിത്രം എടുത്ത കയ്യിലൊരു കമണ്ടലു കാണാം. കമണ്ടലിനകത്ത് ജലം ഉണ്ടായിരുന്നു. അതെ, ഈ കമണ്ടലു ഇതിനകത്ത് കായ ഉണ്ടാവും. ഇപ്പം അടുത്ത കാലത്ത് വടക്കുന്ന അതിലെ കമണ്ടലു കാച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ വാർത്തയൊക്കെ വന്നിരുന്നു പത്രത്തില്. ഇപ്പൊ ക്ഷേത്രങ്ങളിലൊക്കെ ഇത് സംരക്ഷിച്ചു വരുന്നുണ്ട്. ഇനി ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ കായ തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. വലിയ കായാണ് ഉണ്ടാവുക, വലിയ കായാണ്. അതിന്റെ പുറന്തോടിന് ഭയങ്കര കട്ടിയാണ്. അപ്പൊ നമ്മള് അത് പുറന്തോട് മുറിച്ച് ഒരു പാത്രത്തിന്റെ രൂപത്തിലാക്കി അതിനകത്ത് വെള്ളം ശേഖരിച്ചിട്ട് അത് എത്ര നാൾ അതിനകത്ത് ഇരുന്നാലും വെള്ളം കേടാവില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആ വെള്ളത്തിന് ഔഷധമൂല്യം കൂടും. അപ്പൊ ഋഷിമാരൊക്കെ ഒരുപാട് യാത്ര ചെയ്യണു, കമണ്ടലിൽ നിന്ന് ജലം എടുത്തു എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ അതിന് അത്ര ഔഷധമൂല്യം കൂടും. ഇനി അതിനപ്പുറം പറയാം, ഈ വൈനൊക്കെ ഉണ്ടാക്കുന്നു ഈ കമണ്ടലുവിനകത്ത് ഈ ഇതിട്ട് നമ്മൾ അടച്ചു വെച്ചാല് സാധാരണ നിങ്ങൾക്ക് ഒരു വൈൻ ഉണ്ടാക്കുമ്പോ കിട്ടുന്ന വീര്യം അതിന്റെ ഇരട്ടി വീര്യാണ്. അത് പ്രകൃതിദത്തമായ ഒരു പ്രോസസ്സാണ്. ചെക്കന്മാര് ഓർത്തു വെച്ചോ, നിങ്ങൾക്ക് വൈനില് ഡബിൾ വീര്യം വേണമെങ്കിൽ അങ്ങനെ തീർച്ചയായിട്ടും. ഇപ്പൊ ഒരുപാട് ക്ഷേത്രങ്ങളിലൊക്കെ ഇത് വെച്ചുപിടിപ്പിക്കാനും ഇപ്പൊ ഇതിന്റെ തണ്ടുകൾ എടുത്ത് നമ്മള് തൈകളാക്കിയിട്ട് ഇപ്പൊ ക്ഷേത്രങ്ങളിലൊക്കെ വെച്ചുപിടിപ്പിക്കാൻ തുടങ്ങി, വീടുകളിൽ വെക്കാൻ തുടങ്ങി. കാരണം ഇതാണ് അതിന്റെ ആ ജലത്തിന്റെ ഔഷധമൂല്യം കൂടും. എത്ര നാളുകൾ വരെയും അതിന്റെ അകത്ത് നമ്മള് കമണ്ടലുവിനകത്ത് നമ്മളൊരു സംഭവം ആക്കി അടച്ചു വെച്ചാൽ എത്ര നാളും കേടാവാതിരിക്കും. ഫ്രിഡ്ജ് എന്നുള്ള ഓപ്ഷനൊന്നും വേണ്ട. നമ്മുടെ വീടുകളിലെ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. സ്വസ്ഥ ഉണ്ടാവില്ല, ഉറക്കം ഉണ്ടാവില്ല, അസുഖം, വലിയ പ്രശ്നങ്ങള്, കടബാധ്യത, അല്ലേ? അങ്ങനെ അപ്പോ
ഇത് ഹൈന്ദവാചാരത്തിലുള്ള ഒരു കാര്യമല്ലേ ഇത് ഈ അതെ ക്ഷേത്രത്തില് അപ്പോ നിലവില് നമ്മള് ജീവിക്കുന്ന ചുറ്റുവട്ടത്ത് നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഹൈന്ദവാചാര പ്രകാരം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഭൂതം കൊല്ലി എന്ന് പറയുന്ന ഒരു ചെടി ഇല്ലേ, അത് നമ്മുടെ മുറ്റത്ത് കൊണ്ടുവയ്ക്കുമ്പോ അത് വെച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വേണം അതോ പെട്ടെന്ന് തന്നെ? അല്ല, അത് എങ്ങനെയാന്ന് വെച്ചാല് ഇതാണ് ഭൂതംകേലി എന്ന് പറയുന്ന ചെടി. ഈ തൈന്റെ അങ്ങനെ ഒരു പ്രസൻസ്, നെഗറ്റീവ് പ്രസൻസ് ഉണ്ടെങ്കിൽ ഈ ചെടിയുടെ വക്ക്, ഈ വക്ക് ഇങ്ങനെ കരിയും. ചെടിക്ക് ഇപ്പൊ അസുഖമാണ് എന്ന് വെച്ചാല് അടിന്നൊക്കെ കരിച്ചിൽ വരും. ഇത് ഇതിന്റെ തുമ്പ് കരിഞ്ഞേക്കണത് ഇതിന്റെ വള ഇട്ടത് കൂടിയ കൊണ്ടാണ്. ഇങ്ങനെയല്ല, നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ഈ വക്ക് ഇങ്ങനെ വക്ക് അതേ രീതിയിൽ ആ ഭാഗം മാത്രം കരിഞ്ഞു. ഭൂതം ഇത് ഒരു ക്ഷേത്രത്തില് പ്രസാദത്തിനൊക്കെ ഈ ഇലകൾ ഉപയോഗിച്ച് വരുന്നത് ക്ഷേത്രങ്ങളിൽ സംരക്ഷിച്ച്, അതായത് അപൂർവ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അറിയാൻ മാത്രമേ പറ്റുള്ളൂ. അതിന് പരിഹാരം പിന്നെ വേറെ നമ്മൾ ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും. അതായത് നമ്മൾക്ക് വേണ്ടതെല്ലാം തന്നെ പ്രകൃതി തന്ന് സംരക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് അറിവ് തരുന്നുണ്ട്. സുനാമി വരുന്നത് ആദ്യം കാണിച്ചത് മൃഗങ്ങളും പക്ഷികളാണെന്ന് പറയുന്നത് അല്ലെ. ഈ പ്രകൃതി അറിവ് തരുന്നുണ്ട്, നമ്മള് അത് ശ്രദ്ധിക്കാതെ പോണു നമ്മൾ മനുഷ്യന്മാരാണ്. അപ്പോ ഇതാണ് ഭൂതംകൊല്ലി എന്ന് പറയുന്ന സാധനം അല്ലെ. ഇത് കുളവെട്ടി പറഞ്ഞാല് അന്യം നിന്ന് പോകുന്ന, അതായത് ചുവന്ന പട്ടികയിൽ IUCN ചുവന്ന പട്ടികയിൽപ്പെട്ട ഒരു സസ്യമാണ് കുളവെട്ടി. ശരിക്കും പറഞ്ഞാല് ഇതിനെ ചുവന്ന പട്ടികയിൽ പെടുത്താൻ ഗവൺമെന്റ് നീക്കങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയും കിട്ടാനില്ല. തൃശ്ശൂർ ജില്ലയിലെ കലശമലയിലാണ് കുളവെട്ടി മരങ്ങൾ സംരക്ഷിച്ചു പോരുന്നത്. ഇപ്പോഴും ഇതിനെപ്പറ്റി പഠിക്കാനായിട്ട് ശാസ്ത്രജ്ഞന്മാര് കലശമലയിൽ ചുവന്ന പട്ടികയിലും ഉള്ള സസ്യമാണ്. ആകെ ഉള്ളത് തൃശ്ശൂര് കലശമലയിലാണ്. അവിടെയാണ് കുടലിനെ പറ്റി പഠിച്ചു വരണത്. കുളവെട്ടി വെച്ച് അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് നിൽക്കുന്ന ഇടം അത് ചതുപ്പാക്കി മാറ്റും. ഇപ്പൊ ഇവിടെ ഇങ്ങനെയാണ്, പക്ഷെ ഇത് വലുതാവും തോറും ഇവിടെ ചതുപ്പാക്കും. ഈ ഭൂമിയില് ജലാംശം ഇതിന്റെ വേരുകള് ഭൂമിക്ക് അടിയിലല്ല മുകളിലും വന്ന് നിറയും. അങ്ങനെ ഇവിടെ ചതുപ്പാക്കി മാറ്റും. ജലാംശത്തെ ഇവിടെ ഇവിടെ പിടിച്ചു നിർത്തും. അപ്പോ ഭൂമിയിൽ ജലം വറ്റി പോവാന്നുള്ള ഒരു അവസ്ഥയാണ് അതിന് പിടിച്ചു. അതുകൊണ്ടാണ് പരിസ്ഥിതി ഗവേഷകരെല്ലാം തന്നെ ഒരുപാട് റിപ്പോർട്ടുകൾ കുളവെട്ടിയെ പറ്റി വന്നിട്ടുണ്ട്. പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും. കുളവെട്ടി സംരക്ഷിച്ചു, കുളവെട്ടി നട്ടു, തൃശ്ശൂർ കോളേജുകളൊക്കെ കുളവെട്ടി സംരക്ഷിക്കുന്നു പറഞ്ഞിട്ട് ഇപ്പോഴും റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ചാമ്പ, ബരാബട്ടി ചാമ്പ. ഇത് കുളവെട്ടിയാണല്ലേ. പിന്നീട് നമ്മളെ പരിചയപ്പെടുത്തുന്ന ഒരു മരുന്നാണ് ഇപ്പോ ലോകമൊട്ടാകെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ക്യാൻസറിനുള്ള മരുന്ന് അല്ലെ. ഇത് ഞാനൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മരുന്നാണോ അത്? അതെ, ട്രഡീഷണൽ ആയിട്ട്. ശരിക്കും ഇതിന്റെ പേര് വയ്യങ്കത എന്നാണ്. ലൂബിക്ക എന്ന് നമ്മുടെ നാട്ടിൽ പറയണ ലൂബിക്കയുടെ സാദൃശ്യമുള്ള ചെടി തന്നെ. പഴങ്ങളും കണ്ടാൽ ലൂബിക്കയാണ്, ലോലിക്കയാണ് എന്ന് പറയും. പക്ഷെ ലൂബിക്കല്ല, കാട്ടുലോലിക്ക എന്ന് പറയും. ഇതിന് ഔഷധ ഗുണം വളരെയധികം ഉണ്ട്. അപ്പൊ ഇത് ഈ പറഞ്ഞോണം ഒരുപാട് പേഷ്യൻസ് ക്യാൻസർ ഒക്കെ വന്നവരൊക്കെ നമ്മളോട് ഇതിന്റെ പഴങ്ങള് വളരെ ഗുണം ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. കാട്ടിൽ മാത്രമേ കിട്ടുള്ളൂ? അല്ല, ഇപ്പൊ നമ്മൾ ഇതിന്റെ തൈകളൊക്കെ ലഭ്യമാണ്. അതായത് കാട്ടിൽ മാത്രം കിട്ടുന്ന അവസ്ഥ വരുത്തിയത് മനുഷ്യനാണ്. കാരണം നാട്ടിൽ നിന്ന് വെട്ടിമാറ്റി ഇപ്പൊ അത് കാട്ടിലേ ഉള്ളൂ. നമ്മൾക്കത് തിരിച്ചു പിടിക്കാലോ. അപ്പൊ ഇതാണ് കേട്ടോ വയ്യങ്കത എന്ന് പറഞ്ഞ സാധനം ക്യാൻസറിന് വേണ്ടി. ഇപ്പൊ അതിന്റെ പഴമാണ് കഴിക്കുന്നത്. പഴം, അതിന്റെ തൊലിയും എല്ലാം ഔഷധ ഗുണമുള്ളതാണ്. പക്ഷെ കാട്ടിലോലിക്കാന്ന് പറയണുണ്ടെങ്കിലും ലൂബിക്കായിട്ടും ഔഷധ ഗുണം കൂടുതൽ ഈ വയ്യങ്കതയ്ക്കാണ്. ഭയങ്കര ഔഷധ മൂല്യമുള്ളതാണ്. തീർച്ചയായിട്ടും. 5 കൂട്ടം ഏറ്റവും വ്യത്യസ്തമായിട്ട് ചുവന്ന പട്ടികയിൽപ്പെടുത്തിയ, കാരണം കിട്ടാനില്ലാത്ത മരുന്നുകൾ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അപ്പൊ ഇതൊക്കെ കണ്ടിരിക്കണം. ഇത് നമ്മൾ പല സ്ഥലങ്ങളിലൊക്കെ അലഞ്ഞു നടക്കുമ്പോൾ ഇങ്ങനെ കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്ക് ആ തിരിച്ചറിവ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏത് രീതിയിലുള്ള പച്ചമരുന്നുകൾ നിങ്ങൾക്ക് അത് എങ്ങനെ വേണം എത്തിച്ചു തരാൻ, അല്ലെങ്കിൽ സസ്യങ്ങൾ വേണോ, ഇതാ ഈ വൃന്ദ ചേച്ചിയെ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. തൃശ്ശൂർ ഊരകത്താണ് ഇവരുടെ വീട്. അപ്പൊ ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ വെച്ചേക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങൾ കണക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സസ്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ജൈത്രയാത്ര ഇനി തുടരട്ടെ. ഒത്തിരി കാര്യങ്ങൾ ഇതുപോലെ കൊണ്ടുവരണം, ഒത്തിരി ആളുകൾക്ക് പ്രയോജനപ്പെടണം. സന്തോഷം. അപ്പൊ ഇതിന്റെ എപ്പിസോഡ് കാണുമ്പോഴേക്കും